ഹലോ ഗുഡ് ഈവനിങ്. ഇന്ന് വൈകിട്ട് ഇപ്പോൾ തന്നെ സൗണ്ട് കൊടുത്ത് ചെയ്യുന്നതാണ്. ഇന്നലെ നൈറ്റ് ജസ്റ്റ് ഉണ്ടാക്കിയ ഒരു പെപ്പർ ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുറച്ച് നെയ്ച്ചോറും ഒരു പെപ്പർ ചിക്കനൊക്കെയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചിക്കൻ എടുത്തിട്ട് കുറച്ച് പീസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാലകളെല്ലാം തേച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ അടുപ്പിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം, ഒത്തിരി കരിഞ്ഞ് പോകരുത്. ആ ഒരു റേഞ്ചിൽ നന്നായിട്ട് മുരിച്ചെടുക്കുക കേട്ടോ. തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരേ സൈഡ് ഒരേ കണക്ക് കുറേ നേരമൊന്നും വെക്കണ്ട. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മുരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരിക്കുന്ന ടൈം, മുരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും. അപ്പോൾ നമുക്ക് ഇത്രയും നന്നായിട്ട് ഇച്ചിരി സവോള നമ്മൾ കൂടുതലായിട്ട് എടുക്കണം. കാര്യം വേറൊന്നുമല്ല, ഇതിന് മസാല നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് കുറച്ച് എണ്ണ അതിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ഈ സവോളയൊക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്രത്തോളം കനം കുറച്ച് നമ്മൾ അരിയുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് ഈ സവോളയൊക്കെ വാടി വരും കേട്ടോ. അപ്പോൾ വേഗം നല്ല നുരുന്ന് കട്ട് ചെയ്യാന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ സോറി കേട്ടോ, ഞാൻ അത്ര വലിയ കട്ടി കുറച്ചൊന്നും അല്ല അരിഞ്ഞത്, ഒരു മീഡിയം റേഞ്ചിൽ ആണ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ആദ്യം കുനുകുനോന്നരിയാം കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഭയങ്കര സ്പീഡായിട്ടൊക്കെയാണ് കട്ട് ചെയ്യണമെന്ന്. സോറി, ഇത് ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ സ്പീഡ് കൂട്ടിയെടുത്തതാണ്. ഞാൻ വളരെ പതിയെയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം പറയുമോ? എനിക്ക് അധിക ടൈം കുക്കിങ്ങിലോട്ടൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ കറികളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ചിരുന്നത് ജസ്റ്റ് ഒരു പെപ്പർ ചിക്കൻ പോലെ തയ്യാറാക്കി എടുക്കുന്നതാണ്. കുറച്ച് അരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മോനിച്ച് നെയ്ച്ചോറും കൂടെ ഉണ്ടാക്കിക്കാനും മോനും എനിക്കും കൂടെ ആയിട്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് എത്രത്തോളം ചെറുതാക്കി നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അതനുസരിച്ച് കട്ട് ചെയ്യണം കേട്ടോ. കാരണം എത്രത്തോളം കനം കുറഞ്ഞാണോ വരുന്നത് അതനുസരിച്ചിട്ട് സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാനും എളുപ്പമായിരിക്കും. പിന്നെ വേറെന്താണ്, അപ്പോൾ പിന്നെ തക്കാളി, പിന്നെ 2 പച്ചമുളക്. ഞാൻ പച്ചമുളകൊന്നും ഒത്തിരി കൂട്ടിയെടുക്കുന്നില്ല, വേറെ ഒന്നും കൊണ്ടല്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ കുരുമുളകാണ് ഇതിലധികം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എരിവ് അതനുസരിച്ചിട്ടുള്ള എരിവ് വേണമല്ലോ. അതല്ല ഒരു ബ്ലാക്ക് കളറിൽ ഒരു എഫക്റ്റും വേണം. പക്ഷേ ഞാൻ അത്രയ്ക്കും കുരുമുളക് അങ്ങോട്ട് ഇട്ടില്ല. കാര്യം മോന് കഴിക്കാനുള്ളതുകൊണ്ട് അവന് ഒത്തിരി എരിവ് കൂടിക്കഴിഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. അപ്പോൾ അതുകൊണ്ട് പറ്റില്ല. ഇവിടെ ഒരു കുഞ്ഞ് കുരുപ്പ് വന്നിട്ട് തക്കാളി മേടിച്ചുകൊണ്ട് പോണതാണ്. എപ്പോഴും കണ്ടാലും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുഞ്ഞ് പീസൊക്കെ ആക്കുകയാണെങ്കിൽ അവൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, സവോള. ഇനി നമുക്കിതൊന്ന് മസാലയാക്കി എടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. എന്നിട്ടാണ് പിന്നെ നമ്മൾ ആ ഫ്രൈ പാനിലിട്ട് നമ്മൾ എടുത്ത സവോളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഇതുപോലെ അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ എളുപ്പമാണ്. അടി പിടിക്കില്ല. ഈ പാത്രം ആയതുകൊണ്ട് പേടിക്കേണ്ട. പിന്നെ നമ്മൾ ഒത്തിരി തീ കൂട്ടിയൊന്നും അല്ലല്ലോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ടെടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ വറുത്ത് കോരി മാറ്റി എന്നിട്ട് കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റിയ ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ഒന്ന് പൊടിച്ച് കുറച്ച് ചേർക്കുന്നുണ്ട്. കുരുമുളക് നമുക്ക് ഇതിൻ്റെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്ന പെപ്പർ ചിക്കൻ എന്ന് പറഞ്ഞാൽ കുരുമുളകാണ്, അത് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ഞാനൊരു മസാല എഫക്റ്റ്, വേറെ മസാല ഒന്നും ഇടുന്നില്ല. പെരിഞ്ചീരകവും കുരുമുളകുമാണ് ഇടുന്നത്. വേറെ ബീഫ് മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെ ഒരു മസാലയും ചേർക്കില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഒരു കളറിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി, നല്ല നാടൻ മുളക് പൊടിയാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് മല്ലിപ്പൊടി, ഒരു ലേശം ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നല്ല നാടൻ മല്ലിയില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മല്ലിയില പറിച്ച് അതിൽ മല്ലിയിലയൊന്നും ഒട്ടും തന്നെ ഇല്ല. അപ്പോൾ എന്നാലും ഉള്ള മല്ലിയില ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മസാല ഒന്ന് കൂടി വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി നല്ല രീതിയിൽ വാടി നന്നായിട്ട് സവോള വഴറ്റി എടുക്കണം കേട്ടോ. നമ്മൾ എത്രത്തോളം വഴറ്റി എടുക്കുന്നോ അതനുസരിച്ചിട്ടാണ് ഇത് നന്നായിട്ട് നമുക്കിനി ഇതിൽ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ സവാള അങ്ങനെ പിന്നെ കിടന്ന ആ ഒരു ഇതാവില്ല. ചിക്കൻ നല്ല രീതിയിൽ നമ്മൾ തീ കുറച്ച് തിരിച്ചും മറിച്ചും തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വറുത്ത് മാറ്റി കോരി വെച്ച ചിക്കൻ നമ്മൾ മസാല റെഡിയാക്കി വെച്ചല്ലോ, കുറച്ച് ചിക്കനേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അന്ന് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഇച്ചിരി ഒന്ന് തിളച്ച് വരണമല്ലോ. അപ്പോൾ ഒരു ലേശം തിളപ്പിച്ചറിയ വെള്ളം ഒരു 1/4 ഗ്ലാസ് അത്രേ എടുക്കുന്നുള്ളൂ. ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഈ സവാളയും ഈ ചിക്കനും തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമുക്കിനി ഉപ്പും മറ്റ് സംഭവങ്ങളൊക്കെ ഇതൊന്ന് തിളച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളച്ച് വരുന്ന ടൈം ആകുമ്പോൾ എരിവും ഉപ്പൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് വരട്ടി നല്ല അതായത് ഒട്ടും തന്നെ ഗ്രേവി ഇല്ലാണ്ട് ആ മസാലയൊക്കെ നന്നായിട്ട് ആ പീസിൽ പിടിച്ച് ഒക്കെ റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മല്ലിയിലയും മല്ലിച്ചപ്പും കൂടിയൊക്കെ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുത്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഒരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒരു വല്ലാത്ത മണം കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ് സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കൻ ഇനി ഒന്ന് അടച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെപ്പർ ചിക്കൻ്റെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടും വളരെ സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ പെപ്പർ ചിക്കൻ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, നമുക്കും ഇഷ്ടമാവും കേട്ടോ. മക്കൾക്ക് മാത്രമല്ല എങ്കിലിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആണല്ലോ. അപ്പോൾ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് നെയ്ച്ചോറും കൂടെയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം നെയ്ച്ചോറും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പെപ്പർ ചിക്കനും ഒപ്പം നമ്മുടെ കച്ചമ്പർ, കുറച്ച് സലാഡിന് വേണ്ടി സവോള, പിന്നെ നമ്മുടെ അച്ചാർ, ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിന്നറാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ. അപ്പോൾ നാളെ നെക്സ്റ്റ് വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.